ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഓൾറെഡി ടോക്കൺ ഇവിടെ ലിസ്റ്റഡ് ആണ്. നല്ല രീതിയിൽ പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളൊന്നാണ്. വരാൻ പോകുന്ന ബുൾറണ്ട് ഏകദേശം 100x 1000x തരാൻ ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളൊന്നാണ്. ഒരു AI പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൂടാതെ ഇത് ഹൈ റിസ്ക് കാറ്റഗറി പെടുന്ന ഒരു ടോക്കൺ തന്നെയാണ്. പക്ഷെ ഒരുവിധം നല്ല ടോപ്പ് എക്സ്ചേഞ്ചസ് ലിസ്റ്റഡ് ഉള്ള ടോക്കൺ ആണ്. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്തതിന് മാത്രം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ മാർക്കറ്റ് ക്യാപ്പാണ്, AI ബേസ്ഡ് ടോക്കൺ ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബാക്കേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ കുറേ എയർ ഡ്രോപ്പുകൾ ഉണ്ട് കൺഫേംഡ്. ഓൾറെഡി ഞാൻ പല വീഡിയോസിൽ പറഞ്ഞാണ്. അത് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. ഏറ്റവും ആദ്യം നമുക്കിപ്പോൾ കറന്റ് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ BTC 67,000 എത്തി. അപ്പോൾ നല്ല രീതിയിലൊരു പമ്പ് വന്നിട്ട് അതേപോലെ തന്നെ ഡംപ് വന്നിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും തിരിച്ചു കയറി. കഴിഞ്ഞ 7 days കൊണ്ട് ഇപ്പോഴും 8% താഴേക്ക് പോയി. 24 hours 6% തിരിച്ചു കയറിയിട്ട് പോലും 7 ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ 8% താഴെ പോയി കിടക്കുകയാണ്. ഓവറോൾ മാർക്കറ്റ് ക്യാപ്പ് ക്രിപ്റ്റോ കറൻസിയുടെ 2.54 ട്രില്യൺ ആണ്. BTCയുടെ ഡോമിനൻസ് പറയുന്നത് 51.9% ആണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊജക്ടിന്റെ പേര് എന്ന് പറയുന്നത് WOKX എന്നാണ്. വെൽക്കം ടു ദ ഇന്റർനെറ്റ് ഓഫ് ജോബ്സ്. ഇതൊരു ജോബ് വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് അല്ല, നോർമൽ ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ജോബുകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ ഇതെല്ലാം ബ്ലോക്ക് ചെയിനിന്റെയും AI സഹായത്തോടെയാണ് ഇവർ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവർ പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് ഇനിയും കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൂടാതെ ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റാ സയന്റിസ്റ്റ്, വർക്ക് അറ്റ് പൈ 65,000 ഡേ ഇയർലി സാലറി എന്ന രീതി. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇവരുടെ ടീമിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ന്യൂസിന്റെയും പ്രസ് റിലീസിന്റെയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പിച്ച് ഡെക്കും വൈറ്റ് പേപ്പർ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇവരുടെ ഈ പിച്ച് ഡെക്കിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ പാർട്ട്നേഴ്സ്, ഇവരുടെ കംപ്ലീറ്റ് റോഡ് മാപ്പ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡെലോയിറ്റ്, KPMG ഒക്കെ ഇവരുടെ പാർട്ട്നേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. PwC ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, AI എങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഏതൊരു പ്രോബ്ലമാണ് ഇവർ സോൾവ് ചെയ്യാൻ നോക്കുന്നത് ഈ ഒരു സെഗ്മെന്റിൽ. അപ്പോൾ ഇവരുടെ പ്ലാറ്റ്ഫോം AIയുടെ സഹായത്തോടെ ജോബ്സ് നോക്കുന്നവരും ജോബ്സ് കൊടുക്കുന്നവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിന് ചെറിയൊരു ഫീസ് അവർ നേടുക, അതാണ് ഇവരുടെ റവന്യൂ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊബൈൽ ആപ്പും ഉണ്ട്, ഡെസ്ക്ടോപ്പ് ആപ്പും ഇവർക്ക് അവൈലബിൾ ആണ്. ഓൾറെഡി വർക്കിംഗ് ആണ്. 5 വർഷത്തിന് മേലെ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇവർ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് ഇവരുടെ 50ഓളം പാർട്ട്നേഴ്സ് ഉണ്ട്. 950 മില്യൺ റീച്ച് ഉണ്ട്. 200K വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ഉണ്ട്. 3 മില്യൺ റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രാൻഡ്സ് 12+ കിട്ടിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി 50+, 50K എന്നല്ലേ, ഇപ്പോൾ അതിലും കൂടുതലുണ്ട്. 125Kയുടെ മേലെ ട്വിറ്ററിൽ തന്നെ ഉണ്ട്. ഇവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓൺലൈൻ റിക്രൂട്ടിങ്ങിൽ 135 ബില്യൺ കറണ്ട് മാർക്കറ്റ്. അതിൽ 213 ബില്യൺ 2028 പിന്നെ ഗിഗ് എക്കോണമിയിൽ 238 ബില്യൺ ആണ് കറണ്ട് മാർക്കറ്റ്. അപ്പോൾ ഇവർ വളരെ വലിയൊരു പ്രൊജക്റ്റ് ആയിരിക്കും ഇതിൽ. പിന്നെ ഓൾറെഡി Web2 ആരൊക്കെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, Web3 ഏതൊക്കെ പ്രൊജക്റ്റ് ആയിട്ട് ടൈപ്പ് ഉണ്ട്, ഗവൺമെന്റ് ആയിട്ട് ഇവർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൽ ബാങ്ക്, ഡെലോയിറ്റ്, ആസ്റ്റർ, ZK ലെൻഡ്, ലീനിയർ, നെറ്റ്സ്കേപ്പർ, ഇതൊക്കെ ആയിട്ട് ഒരു കമ്പൈൻ ചെയ്തിട്ടുണ്ട്. എക്കോസിസ്റ്റത്തിൽ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ യൂട്ടിലിറ്റി ടോക്കൺ വർക്ക് എന്നാണ് ടോക്കണിന്റെ പേര്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളവർ കൊടുത്തിട്ടുണ്ട്. ആക്സസ് ടു സർവീസ്, ഏൺ ഫ്രം എവറി ഹയർ, ഡാവോ ഗവർണൻസ്. ഇവരെങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജോബ് പോസ്റ്റിംഗ് ഫീസ്, AI അസിസ്റ്റന്റ് സബ്സ്ക്രിപ്ഷൻ, അസസ്മെന്റ് മാർക്കറ്റ് പ്ലേസ്, ഡെവലപ്മെന്റ് ലോഞ്ച്. പിന്നെ ഇവർ റോഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2017 തൊട്ട് മുന്നേ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ 2023-24 ഇവർ കൂടുതൽ വലിയ ഡെവലപ്മെന്റിലേക്ക് പോവാണ്. ടോക്കൺ ലോഞ്ച് ചെയ്തിട്ട് Q4 2023 ടീമിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിച്ച് ഡെക്കിൽ പോയി കഴിഞ്ഞാൽ ഒരു പാർട്ട്നേഴ്സിന്റെ ഡീറ്റെയിൽസും ഇവർ റോഡ് മാപ്പും ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ടോക്കണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോക്കൺ 45 സെൻസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ്, വെറും 4 മില്യണേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ. 10% ഓഫ് ടോട്ടൽ ടോക്കൺ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്. വെറും 100 മില്യണേ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉള്ളൂ. മാക്സിമം സപ്ലൈ ഉള്ളൂ. ടോട്ടൽ സപ്ലൈ 13.92. ഫുള്ളി ഡയലൂട്ടഡ് വേരിയേഷൻ ഫോളും 45 മില്യണേ ഉള്ളൂ. ഇവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 1.76 മേലെയാണെന്ന് തോന്നുന്നു. 1.87 മേലെയാണ്. ഇപ്പോൾ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് 0.27. അതിന് ഇപ്പോൾ ഏകദേശം 60% പമ്പായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള പ്രൊജക്റ്റുകൾ ഒന്നാണ്. ഇവരുടെ ട്വിറ്റർ പേജ് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ട്വിറ്റർ പേജ് തന്നെയുണ്ട്. 125K ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഫോളോഡ് പോയി നോക്കുമ്പോൾ ChatGPT ഫോളോ ചെയ്യുന്നുണ്ട്, പാരാജൻ.io ഫോളോ ചെയ്യുന്നുണ്ട്, എൻജിൻ സ്റ്റാർട്ടർ, ബോണ്ടെക്സ്, മെറ്റാസ്കേസ്, ട്രസ്റ്റ് പാഡ്, 5 സ്റ്റാർ, ക്രിപ്റ്റോ റോവറുകൾ ഫോളോ ചെയ്യുന്നത്. ഇയാളൊക്കെ വലിയ പേരാണ് ക്രിപ്റ്റോയിലുള്ളത്. അപ്പോൾ നോക്കി നോക്കിയാൽ സേഫ് പാല്, CCCIO,
പിന്നെ കൂക്കോയിൻ, ക്രിപ്റ്റോമൻ, ഗാലക്സി IS. അപ്പൊ അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട്, 125K ഫോളോവേഴ്സും ഉണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നോക്കി നോക്കിയ ഒരു പ്രൊജക്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ്. അപ്പൊ AI ബേസ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള പ്രൊജക്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ വളരെ ലോ ആണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സിംഗുലാരിറ്റി നെറ്റ്, ഇപ്പൊ സിംഗുലാരിറ്റിന്റെ ഇതൊരു AI ബേസ്ഡ് പ്രൊജക്ട് ആണ്. 1.3 ബില്യൺ, 4 ബില്യൺ, ഓൾമോസ്റ്റ് 1.4 ബില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത്. അപ്പോൾ ഇവരുടെ 1.4 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വേണ്ട, ഈ ഒരു സിംഗുലാരിറ്റി നെറ്റിന്റെ 10% മാർക്കറ്റ് ക്യാപ്പ് പോലും ഈ ഒരു വോക്കെക്സിന് വന്നു കഴിഞ്ഞാൽ ഏകദേശം 130 മില്യൺ ആയി. അത് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 30x മേലെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കിയ ഒരു പ്രൊജക്ട് ഇപ്പൊ ഇത് തന്നെ വേറൊരു പ്രൊജക്ട് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതന്നെ വേറെ പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ ഫെച്ച് AI, ഇത് വളരെ വലിയ പ്രൊജക്ട് ആണ്, AI ബേസ്ഡ് ആയിട്ടുള്ളത്. ഇവർ 2.2 ബില്യൺ ആണ്. ഇവർ 10% വന്നു കഴിഞ്ഞാൽ ഏകദേശം 150x 140x ഈ ഒരു ടോക്കൺ വന്നു. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള നല്ലൊരു പ്രൊജക്ട് ആണ്. ഇത് കൂടാതെ ഇവരുടെ ലിസ്റ്റ് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത് ഗേറ്റ്.io, കൂക്കോയിൻ, മെക്സി, അതായത് ടോപ്പായിട്ട് നിൽക്കുന്ന നല്ല നല്ല സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ഓൾറെഡി ലിസ്റ്റഡ് ആണ് വർക്ക് എന്ന് പറഞ്ഞ ടോക്കൺ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു NFT മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓൾറെഡി കഴിഞ്ഞു പോയി. എന്നാലും ഈ ടോക്കൺ നോക്കി വെക്കുക. ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നലെ നിന്ന് ഏകദേശം 13% ഓൾറെഡി ടോക്കൺ പമ്പായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് നല്ല റേറ്റിന് വാങ്ങാൻ പറ്റിയ 4.4ന്റെ ഇടയിൽ ഞാൻ ഓൾറെഡി എൻട്രി എടുത്ത് 0.4ലായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട, നോക്കി വെക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക. നല്ല നല്ല എക്സ്ചേഞ്ചസ് അവൈലബിൾ ആണ്, ഗേറ്റ്.io, കൂക്കോയിൻ, MXC. പാൻകേക്ക് സ്വാപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള AI ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു പ്രൊജക്റ്റ് ആണ്. ഈസി 100x ഒക്കെ വരാം. അറ്റ്ലീസ്റ്റ് മറ്റേ ഫെച്ചിന്റെയോ അല്ലെങ്കിൽ സിംഗിൾ AGXന്റെയോ മാർക്കറ്റ് ക്യാപ്പിന്റെ 10% വന്നാൽ പോലും ഏകദേശം 75x ഈ ഒരു ടോക്കൺ കയറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ് ഔട്ട് ആക്കണ്ട. വളരെ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഡൗൺ ആവുകയാണെങ്കിൽ ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറിയ എമൗണ്ട് എടുത്ത് വെച്ചേക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം എൻട്രി എടുക്കാവുന്നതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ എക്സ്ചേഞ്ചിലൊക്കെ അക്കൗണ്ട് ലിങ്കിൽ എൻ്റെ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള കുറച്ച് എയർ ഡ്രോപ്പുകൾ നോക്കി നോക്കാം. ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് IO ടോക്കൺ ആണ്. ഓൾറെഡി ഒരു വീക്കിന്റെ ക്യാമ്പയിൻ കഴിഞ്ഞത്, രണ്ടാമത്തെ വീക്കിന്റെ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇപ്പൊ തന്നെ 3.79 IO ടോക്കൺ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഫാം ചെയ്തതിന്റെ റിവാർഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി എയർ ഡ്രോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇത് വരും എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ എയർ ഡ്രോപ്പ് ആയിട്ട് ഈ ടോക്കൺസ് വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക. ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ എമൗണ്ട്, ജസ്റ്റ് ലിമിറ്റ് ഓർഡർ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഫാമിംഗ് റിവാർഡ്സ് കിട്ടും. പക്ഷേ ഗ്യാസ് ഫീസ് പോവും. പക്ഷെ അതിന് $1 ഒരു IO ടോക്കൺ കിട്ടണ പോലെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. 50% ഓഫ് എക്സ്പെൻസിൽ നിങ്ങൾക്ക് $2.25 വർത്തായിട്ടുള്ള ടോക്കൺ കിട്ടും. ഇപ്പോഴത്തെ വില ബുൾ മാർക്കറ്റിൽ ഇത് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് കിൻസ എന്ന പ്രോജക്റ്റിന്റെ ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി ലെൻഡിങ്ങും ബോറോയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ എയർ ഡ്രോപ്പ് ഈ മാസം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് 5th പകുതിയോടുകൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ലിനിയ പാർക്കിന്റെ പുതിയ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഈ ഒരു കംപ്ലീറ്റ് വീക്ക് അത് ചെയ്യാണ്ട്. അപ്പോൾ അതും ചെയ്ത് വെക്കുക. ഇത് കൂടാതെ ലിനിയയുടെ മുകളിൽ വേറെ LXP റഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇന്ററാക്റ്റീവ് നടക്കുന്നുണ്ട്. നിങ്ങൾ അത് മിസ് ഔട്ട് ആക്കണ്ട. ഏപ്രിൽ 2 വരെ ടൈമുള്ള ഏകദേശം 3 ക്യാമ്പയിനുള്ള 50 LXPs കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് നേടാവുന്നതാണ്. അതിനനുസരിച്ചാവും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാവുന്നതാണ്. പിന്നെ ലിനിയയുടെ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റേ സിബിലിൽ പെട്ടിട്ട് അത് റിജക്റ്റ് ആയി പോകും. അടുത്തെന്ന് പറയുന്നത് സീറോ ലെൻഡ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ്. ഓൾറെഡി ഞാൻ ഇത് ഒരു മാസം മുന്നേ പരിചയപ്പെടുത്തിയാണ്. എനിക്കിപ്പോൾ 26,000 പോയിന്റ്സ് ആയിട്ടുണ്ട്. എങ്ങനെയൊക്കെ പോയിന്റ് നേടാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് മാൻഡ ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് ഒരു മാൻഡയ്ക്ക് 5 പോയിന്റ് നേടാവുന്നതാണ്. 1000 മാൻഡ സ്റ്റേക്ക് ചെയ്ത ആൾക്കാർക്ക് 5000 പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് നേടാൻ പറ്റും. ഇതല്ലാതെ ഇതേപോലത്തെ കുറേ എണ്ണം ഉണ്ട്. അതായത് ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം എന്ന് പറയുന്നത് മെർലിൻ ചെയിൻ ആണ്. ഇപ്പോൾ 2686 പോയിന്റ്സ് ഞാൻ ഇതിൽ ഓൾറെഡി സമാഹരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ എൻ്റെ റെഫർ ലിങ്ക് വഴി ഒരാൾ കയറിയിട്ടുണ്ട്, അയാൾക്കും കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഇൻവൈറ്റ് കോഡ് ഉപയോഗിച്ചിട്ട് ഈ മെർലിൻ സെയിലിൽ ബ്രിഡ്ജ് ചെയ്തിട്ട് ഇതിൻ്റെ എയർ ഡ്രോപ്പ് നേടാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് ഗ്രാസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവരുടെ പോയിന്റ്സ് വെയിൽസ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള എമൗണ്ട്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആ പോയിന്റ്സ് നേടാവുന്നതാണ്. അടുത്ത പറയുന്നത് ക്യാമിനോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ആണ്. ഞാൻ ഇതിൽ ഏകദേശം $1,500 ലിക്വിഡിറ്റി കൊടുത്തിട്ട് ഇപ്പോൾ 53,000 പോയിന്റ് ഒരു 5-8 ദിവസം കൊണ്ട് നേടിയിട്ടുണ്ട്. ഇപ്പോൾ സീസൺ റാങ്കിങ്ങിൽ 87,000 സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ലെൻഡിങ്ങും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതേ ടോക്കൺ ബോറോയും ചെയ്തു. അപ്പോൾ പിന്നെ ലിക്വിഡേഷൻ വരില്ല. പ്ലസ് ചെറിയ എമൗണ്ട് എനിക്ക് പോവും, എന്നാലും വിഷയമല്ലാതെ എയർ ഡ്രോപ്പിലൂടെ ഞാൻ തിരിച്ചെടുക്കാവുന്നതാണ്.
താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇപ്പോഴും ടൈമുണ്ട്. 31 തീയതി വരെ ഇവർ ഈ പോയിന്റ്സ് കൂട്ടുന്നത് എയർ ഡ്രോപ്പിലേക്ക് കണക്കെടുക്കപ്പെടും. പിന്നെ അടുത്ത എയർ ഡ്രോപ്പ് 1 തീരുന്നതിനും അതായത് 24 തീയതി മുതൽ സീസൺ 2 സ്റ്റാർട്ട് ആവും. അപ്പോൾ ആ പോയിന്റ് 2ലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് മാർജിൻ 5 ആണ്. ഇതിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് 1.5 മാസം മുമ്പ് പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ ഞാൻ സപ്ലൈ ചെയ്തേക്കുന്നത് ഏകദേശം $2,000 ആണ്. അതിൽ ഞാൻ ഏകദേശം ബോറോ ചെയ്തേക്കുന്നത് 550. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് നടന്നു എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 1,31,260 പോയിന്റ് ഉണ്ടായിരുന്നു. 47,000 എൻ്റെ ഗ്ലോബൽ റാങ്ക്. ഇതിൽ ലെൻഡിങ്ങിലും ബോറോയിങ്ങിലും കിട്ടിയ പോയിന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എയർ ഡ്രോപ്പ് ഞാൻ ഉടനടി പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്തു വെക്കാം, മിസ് ഔട്ട് ആക്കണ്ട. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തെ ഉണ്ട്. ഓരോന്ന് നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ ചെയ്യുന്നു എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, ടെലഗ്രാമിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സീറ്റയുടെ ടാസ്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം, മിസ് ഔട്ട് ആക്കണ്ട. ഏകദേശം 41 മില്യൺ ടോക്കൺസോളമാണ് സീറ്റ എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഇതിലുള്ളവർക്ക്. എനിക്ക് ഇനീഷ്യലി ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ടാസ്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സ്ലോ ആയിരുന്നു നെറ്റ്വർക്ക്. അതിനുശേഷം എല്ലാ ആഴ്ചയും ഞാൻ നല്ല രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഈ ആഴ്ച ടാസ്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഞാനെല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് വരുന്തോറും ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 ടാസ്ക് കൂടി ഇപ്പോൾ ഇത് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ സ്ഥാനം എന്ന് പറയുന്നത് 121.9K സ്ഥാനമാണ്. ഞാൻ ഇനീഷ്യലി ആ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ള ടോപ്പ് റാങ്കിങ് വരാൻ പറ്റിയാണ്. ഓക്കെ, താല്പര്യമൊക്കെ ചെയ്യാവുന്നതാണ്. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഒന്നും മിസ് ഔട്ട് ആക്കണ്ട. അപ്പോൾ വർക്ക് ടോക്കനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്ത് ചെയ്യാന്നാണ്. നമ്മൾ വീഡിയോയുടെ ഇടയിൽ തന്നെ 13% പമ്പായ ടോക്കൺ ഇപ്പോൾ 17% മേലെ പമ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നല്ല രീതിയിലുള്ള പമ്പ് വരാനുള്ള ചാൻസ് ഉള്ള ടോക്കൺ ആണ്. ഞാൻ 0.40 തൊട്ട് താഴെ 0.3 സംതിങ്ങിലാണ് എൻട്രി എടുത്തേക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക. എന്ത് ചെയ്യണതിന് മുമ്പ് ഞാൻ ചെറിയൊരു എമൗണ്ട് വാങ്ങിയിട്ട് താല്പര്യക്കും എൻട്രി എടുക്കാവുന്നതാണ്. വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ലിങ്ക്സും ഉണ്ട് വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.